തൃശൂരിൽ പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 പെൺകുട്ടികളിൽ ഒരാൾ മരിച്ചു. പട്ടിക്കാട് സ്വദേശി അലീനയാണ് മരിച്ചത്. 3 പേർ ചികിത്സയിൽ തുടരുകയാണ്. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു പീച്ചി ഡാമിൽ നിന്ന്. ജെയ്സൺ, ഗുഡ് മോർണിംഗ്. ജെയ്സൺ, ഗുഡ് മോർണിംഗ്. പറഞ്ഞു തുടങ്ങാൻ പറ്റാത്തൊരു വാർത്തയാണ്. പെൺകുട്ടി മരിച്ചു എന്ന വാർത്ത ഇന്നലെ രാത്രിയോട് കൂടിയാണ് എത്തുന്നത്. മറ്റുള്ള കുട്ടികളുടെ അവസ്ഥ എന്താണ് സംഭവിച്ചത് ജെയ്സൺ? അരുൺകുമാർ, വളരെ ദുഃഖത്തോടു കൂടിയാണ് ഇന്നലത്തെ പ്രഭാതവും നാം ഈ മോർണിംഗ് ഷോയിൽ പങ്കുവച്ചത്. 2 വയോധികരുടെ ഒരു മരണ വാർത്തയായിരുന്നു. ഓർക്കുന്നുണ്ടാകും, പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുന്നതിനിടെ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ 73ഉം 72 വയസ്സുള്ള 2 പേർ ബസ് തട്ടി KSRTC ബസ് തട്ടി മരിച്ചു. അതീവ സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ പുലർക്കാലവും അത്തരത്തിലൊരു മരണവാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതിലുള്ള സത്യത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. ഇന്നലെ നമ്മൾ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ വീട്ടുകാരുടെ നാട്ടുകാരുടെ ഒക്കെ കരച്ചിലും അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് അത് വലിയൊരു വിഷമമുണ്ട്. ഒന്നും സംഭവിക്കരുത് എന്നതായിരുന്നു ആ റിപ്പോർട്ട് ചെയ്യാൻ അവിടെ നിന്ന നമ്മൾ പോലും അപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. കാരണം അത്രയേറെ വികാര നിർഭരമായ ഒരു രംഗമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒന്നും സംഭവിച്ചു. രാത്രി 12:37 കൂടിയാണ് ഒരു മരണം സ്ഥിരീകരിച്ചത്. 15 വയസ്സുള്ള കുട്ടി അലീനയാണ് മരിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് വളരെ വിചിത്രമാണെന്ന് തോന്നിക്കാവുന്ന ഒരു അപകടമായിട്ട് വേണം. 4 പെൺകുട്ടികൾ ഒരു സമയം പുഴയിലേക്ക് മുങ്ങിപ്പോൾ അതിനെല്ലാം അറിയാൻ അവിടെ നിന്ന് കുട്ടികളെ രക്ഷിച്ച ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ പീച്ചി ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗത്താണ്. ഇപ്പോൾ ആ 2 കുട്ടികളുടെ ചെരുപ്പ് നമുക്കത് കാണുമ്പോൾ സത്യത്തിൽ വളരെ വിഷമം. ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടത് ആ 2 കുട്ടികളുടെ ചെരുപ്പ് ഇവിടെ ഇട്ടിട്ടാണ് ഈ കുട്ടികൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ അരിവഴിയിലൂടെ ഇങ്ങോട്ട് കടന്നു വരും. നമുക്ക് ക്യാമറ അങ്ങോട്ട് നീങ്ങാം. ഇങ്ങനെ ഈ അരിവഴിയിലൂടെ കടന്ന് വന്ന ശേഷം പതുക്കെ കുട്ടികൾ നടന്ന് വരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 100 മീറ്റർ ദൂരമുണ്ടാകും. ഈ വഴിയിലൂടെ പതുക്കെ ചെരുപ്പ് അവിടെ ഇട്ട് നടന്നു വന്ന കുട്ടികളാണ്. പിന്നീട് അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അകലെ 2 പേർ നിൽക്കുന്നുണ്ട്. 2 പേർ, ഒന്ന് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്, ഒന്ന് കുട്ടികളെ നല്ല രക്ഷിക്കാൻ വേണ്ടി എത്തിയ ഇതിൻ്റെ തൊട്ടടുത്ത് വീടുള്ള ഒരാളുമാണ്. ആ നിൽക്കുന്ന ഭാഗത്ത് ഒരു പാറക്കെട്ട് കാണാം. ആ പാറക്കെട്ടിന് അരികിലൂടെ ഇപ്പം നാം ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ സ്ലിപ്പാവുന്ന സ്ഥിതിയുണ്ട്. കാരണം വളരെ സ്ലോപ്പാണ്, ചെറിയ കല്ലുകളാണ്. അതുകൊണ്ട് തന്നെ കാലെപ്പോഴും തെന്നി താഴോട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. ഈ വഴിയിലൂടെ കുട്ടികൾ നടന്നു വന്ന് ഇപ്പോൾ ഈ പാറക്കെട്ട് കാണുന്നത് ഇപ്പോൾ 2 പേർ നിൽക്കുന്നത്. ഇവിടെ പഞ്ചായത്ത് മെമ്പർ ബാബുവേട്ടൻ, അതുപോലെ തന്നെ ഈ നാട്ടുകാരനായി ഇന്നലെ കുട്ടികൾ രക്ഷിക്കാണ്ടായ മോഹൻദാസ് എന്നല്ല എൻ്റെ പേര്, മോഹനേട്ടനുമാണ് നിൽക്കുന്നത്. ഈ കുട്ടികൾ ഇവിടെ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ചു എന്നതാണ് പറയുന്നത്. നമുക്ക് ആദ്യം പഞ്ചായത്ത് മെമ്പർ ഇവിടെ തന്നെ ചോദിക്കാം. എപ്പോഴായിരുന്നു സംഭവം? എന്താ യഥാർത്ഥം സംഭവിച്ചത്? ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടോ? ഇന്നലെ ഏകദേശം ഒരു 2 മണിയോട് കൂടിയാണ് ഈ കുട്ടികൾ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് പുഴയിൽ കാണാനായിട്ട് ഇറങ്ങി പോകുന്നത്. ഒരു 2:30 ആയപ്പോൾ ഇവിടുന്ന് ഒരു ഫോൺ വിളി വന്നു. ഇന്നുപോലെ നമ്മുടെ അടുത്തുള്ള 4 കുട്ടികൾ വെള്ളത്തിൽ വീണ് എത്രയും പെട്ടെന്ന് വരണമെന്നും പറഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ ആംബുലൻസ് വിളിക്കുകയും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു. ഞാൻ ഓടി ഇവിടെ വന്നപ്പോൾ കുട്ടികളെ മോഹനുൾപ്പെടെ ഈ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ മുങ്ങിയെടുത്ത് അവർ എടുത്തുകൊണ്ട് വരുന്ന ഭാഗമാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. വളരെ യാദൃച്ഛികമായിട്ട് തന്നെയുള്ള ഒരു സംഭവമാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പ് പല അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കുളിക്കാൻ വരുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ തൊട്ട് സ്ഥലത്ത് ഉണ്ടായിട്ടില്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗങ്ങളിലും അപ്പുറ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് ഇതിങ്ങനെ സംഭവിച്ചത് ഇതാദ്യമായിട്ടാണ് നമുക്ക് കാണാനുണ്ട്. ആൺകുട്ടികളൊക്കെയാണ് ഇങ്ങനെ വരാറും പുഴയിൽ വീഴാറുള്ളത്. അപ്പോൾ ഇത് യാദൃച്ഛികമായിട്ട് ഈ കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് കൂട്ടുകാർ വന്നപ്പോൾ നമുക്ക് ഡാമൊന്ന് കണ്ടിട്ട് വരാം, അല്ലെങ്കിൽ പെരുന്നാളായിരുന്നു. പീച്ചി പള്ളി ലൂർദ് മാതാ പള്ളിയിൽ അമ്പ് പെരുന്നാളായിരുന്നു. അപ്പോൾ അതോടനുബന്ധിച്ച് കൂട്ടുകാരികളെ വിളിച്ചു വരുത്തിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ കുട്ടികൾ വന്ന് 3 മണിയാകുമ്പോഴേക്കും തിരിച്ച് വീട്ടിൽ വരണം എന്നും പറഞ്ഞിട്ടാണ് വീട്ടുകാർ വിട്ടതെന്നാണ് ഞങ്ങൾ ഇന്നലെ അവിടെ പോയപ്പോൾ അന്വേഷിച്ചത്. അപ്പോൾ അവർ 3 മണിക്ക് പോകാം എന്നുള്ള കണക്കൂട്ടിലാണ് അവരിവിടെ വന്നിരുന്ന് ഇവിടെ ഇരുന്നു എന്നാണ് മോഹനേട്ടനോട് ചോദിക്കാം. മോഹനേട്ടൻ, എന്താണ് ഇവിടെ ഇത് ആ സമയത്ത് ഇവിടെ ഉണ്ടാക്കി 2 കുട്ടികളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തതാണ്? ഞാൻ ഇവിടെ വരുമ്പോൾ 2 കുട്ടികളെ കരയ്ക്ക് കയറ്റിയിരുത്തിയിട്ടുണ്ട്. അത് എനിക്ക് വ്യക്തമല്ല, എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിഞ്ഞില്ല. അപ്പോൾ കുട്ടികൾ കരയുണ്ട് പറഞ്ഞു ഈ താഴ്ത്താണ് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് ഇറങ്ങി. 2 സൈഡിൽ ഒരു 3 പേര് വെള്ളത്തിലുണ്ട് മുങ്ങിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ 3 സൈഡിൽ അവിടെ 3 മുങ്ങി കഴിഞ്ഞിട്ട് അവിടെ കാണാനില്ല. വീട് ഞാൻ താഴ്ത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് മുങ്ങി കഴിഞ്ഞ് വെള്ളം കലങ്ങി. അപ്പോൾ ബോഡിയിൽ എൻ്റെ കാല് ടച്ച് ചെയ്തപ്പോൾ ഞാൻ അവിടെ വെള്ളത്തിൽ പൊന്തിയിട്ട് പറഞ്ഞു ബോഡി ഇവിടെ ഉണ്ട്, നമുക്ക് ഒന്നുകൂടെ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കരയ്ക്ക് കയറി നിൽക്കായിരുന്നു. അത് കതച്ചിട്ട്
അങ്ങനെ കിടപ്പ് മാറിയപ്പോൾ അവർ 5 പേരും കൂടെ നമുക്കൊരു 5 പേരും കൂടെ ഒന്നിച്ച് മുങ്ങാന്ന് പറഞ്ഞു. 5 പേരുണ്ടായിരുന്നത് അല്ലേ? മുങ്ങാനായിട്ട് ആ 5 പേരും കൂടെ വീണ്ടും മുങ്ങി. എന്താ സെൽഫി എടുക്കാനേ ഇറങ്ങിയത്? അങ്ങനെ അല്ല ഇവരല്ല മുങ്ങണവർ. 5 പേര് ഞങ്ങൾ രക്ഷപ്പെടുത്താൻ മുങ്ങി. രക്ഷപ്പെടുത്തി താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്താ അങ്ങോട്ട് ഇറങ്ങാണ്ടായ ഒരു സാഹചര്യം? അവർ സെൽഫി എടുത്തിട്ട് കാല് തെന്നി പോയതാണ്. വേറെ വിഷയമൊന്നും ഉണ്ടായില്ല. അത് അങ്ങനെ ഒന്നിച്ചങ്ങോട്ട് ഇറങ്ങി പോയത്. പിന്നെ ഈ ഞങ്ങൾ 5 പേര് മുങ്ങിയിട്ട് ആ പോക്കിൽ ബോഡി കിട്ടി. ഇത്രയും ദൂരത്തേക്ക് സെൽഫി എടുക്കാനായിട്ട് ഓരോരുത്തർ കൈ പിടിച്ചു നിന്നോ? ഇവിടെ നിന്നിട്ട് കാലാണ്ട് തെന്നി ഇറങ്ങി പോയുള്ള. ഞാൻ ചോദിക്കുന്നത് ഈ 4 കുട്ടികൾ ഇങ്ങനെ കൈ പിടിച്ച് പോയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയില്ല. അവിടെ അത്ര ആഴമുണ്ടോ? ഒരാൾ പോയി അടുത്ത ആളെ രക്ഷിക്കാം. അതന്നെ സംഭവം ഉണ്ടല്ലോ. അരുൺകുമാർ ചോദിക്കുന്നത് അത്ര ആഴമുള്ള സ്ഥലമാണോ എന്നാ ചോദിക്കുന്നത്. അതായത് 3-3.5 ആൾക്ക് വെള്ളമുള്ള സ്ഥലമാണ്. ഈ വെള്ളത്തിന്റെ ആഴം അറിയാത്തത് കൊണ്ട് സംഭവിച്ചതാണോ? തീർച്ചയായിട്ടും അതന്നെ സംഭവിച്ചിട്ടുള്ളത്. അവർ അവിടെ നിന്നിരുന്ന കുറച്ച് പിന്നെ അവിടെ ഒന്നും കൂടി സെൽഫി എടുക്കാൻ ഒന്നും കൂടെ സൈഡിൽ കിട്ടാൻ വേണ്ടി. അരുൺകുമാർ, നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലം ഉണ്ടല്ലോ, കുട്ടികളെ ചെരുപ്പിരിക്കുന്ന ഭാഗത്ത് ചെരുപ്പിട്ട് അവർ അവിടെ നിന്നിങ്ങോട്ട് നടന്നു വന്ന് കുറച്ചും കൂടി നല്ല രീതിയിലൊരു സെൽഫി എടുക്കാൻ. ഇപ്പം നമ്മൾ പോലെ ഞാനിപ്പോൾ ക്യാമറ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റോട് പറയായിരുന്നു, സൂക്ഷിച്ച് നിൽക്കണം, കാല് സ്ലിപ്പാവാൻ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അത്രയേറെ ഒരു സ്ലിപ്പാവുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ പറയായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത് പിന്നീട്? മൂന്നാമത്തെ ബോഡി കിട്ടി ഇങ്ങനെ എടുത്ത് പിന്നെ ശരി ജെയ്സൺ, അത് മനസ്സിലായി. മനോഹരമായ സ്ഥലമാണ്. അതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. സെൽഫി എടുക്കാനൊക്കെ തോന്നുന്ന സ്ഥലമാണ്, പക്ഷേ എപ്പോഴും സൂക്ഷിച്ചെടുക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അല്ലേ ജെയ്സൺ? ഇത്തരം ആഴമുള്ള സ്ഥലങ്ങളിൽ, ജലാശയങ്ങളിൽ, കയങ്ങളുടെ ഭാഗത്തൊക്കെ പോയി നിന്ന് സെൽഫി എടുക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ആനയുടെ മുമ്പിലൊക്കെ നിന്ന് സെൽഫി എടുക്കാൻ പോകുന്ന മനുഷ്യരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, അത് പ്രത്യേകം സൂക്ഷിക്കുക. ഇത് കുട്ടികളാണ്, 10-15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ ഈ ജലാശയത്തിൽ പോയി അതിൻ്റെ മനോഹരമായ ദൃശ്യം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം സെൽഫി എടുത്തിട്ടുണ്ടാവുക. പാവം 3 കുട്ടികളും കൂടി എത്ര സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ വന്നതാണ്. അപ്പോൾ ആ കാലി സ്ലിപ്പ് ചെയ്ത് താഴെ വീണുപോയി. 3 കുഞ്ഞുങ്ങൾക്കും നീന്തൽ അറിയില്ലായിരുന്നു. 2-3 കാര്യങ്ങൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളൂ. ഒന്ന്, ഈ സെൽഫി എടുക്കുന്ന കുട്ടികൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ലിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തും നിങ്ങൾ അപകടകരമായി സെൽഫി എടുക്കാൻ നിൽക്കരുത്. അതൊക്കെ നിങ്ങൾ റീലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവാം. അതൊക്കെ എഡിറ്റ് ചെയ്ത് കയറ്റുന്നതുമാണ്. മാത്രമല്ല അതേ സാഹസികത അപകടത്തിലേക്ക് പോകും. രണ്ടാമത്തെ ഒരു കാര്യം, ഇത്തരം ജലാശയങ്ങളിൽ പോകുമ്പോൾ മുതിർന്നവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞുങ്ങളെ അടിസ്ഥാനമായി നീന്തൽ പഠിപ്പിക്കണം. ആ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും നീന്തൽ അറിയാമായിരുന്നെങ്കിൽ, കാര്യം അധികമൊന്നും തീരത്തൊന്നും ദൂരെയല്ലല്ലോ, പെട്ടെന്ന് തീരത്തേക്ക് വന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. അത് ആ കുഞ്ഞുങ്ങൾക്ക് അറിയാതെ പോയി എന്നുള്ളതാണ് എന്തായാലും കഷ്ടം. ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആശുപത്രിയിൽ നിന്ന് വരുന്ന വാർത്തയനുസരിച്ച്. താങ്ക് യു ജെയ്സൺ.